കോട്ടയം എപ്പോഴും നമുക്കറിയാം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അതിപ്പോൾ ഇടതുമുന്നണിയാകട്ടെ വലതുമുന്നണിയാകട്ടെ BJP ആകട്ടെ അവിടെ കേരള കോൺഗ്രസുകൾക്ക് വലിയ തോതിൽ സ്വാധീനമുള്ള പ്രദേശമാണ് കോട്ടയം എന്നുള്ളത് തന്നെയാണ്. അവിടെ ഇങ്ങനെ മുന്നണികളൊക്കെ മാറുന്ന സാഹചര്യം പലപ്പോഴുമായി ഈ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കോട്ടയം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏത് നിലയിലാണ് അതിൻ്റെ വീറും വാശിയും ശ്രീജിത്ത്? അഭിലാഷ്, കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളായി ഏതാണ്ട് UDFന് മേൽക്കൈ കിട്ടിയിരുന്ന ഒരു ജില്ലയാണ് കോട്ടയം. അങ്ങനെ UDFന്റെ ഉരുക്ക് കോട്ട എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കോട്ടയം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അത് ഇടത്തേക്ക് ചരിയുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോടെ ഇടത്തേക്ക് ചരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ഇത്തവണ നിലനിർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. UDFനെ സംബന്ധിച്ച് കോട്ടയം തിരിച്ചു പിടിക്കുക എന്നുള്ളത് കേവലം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയം എന്നുള്ളതിനപ്പുറത്തേക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വളരെ നിർണായകമാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമനുസരിച്ച് ഒരുപക്ഷെ UDF ഒരു വലിയ വരവ് നടത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തെ കൂടി ഒപ്പം എത്തിക്കാനുള്ള പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തും. അതേസമയം തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDFും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഏതാണ്ട് 90% ബ്ലോക്ക് പഞ്ചായത്തുകളും ഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിച്ച ഇടതുമുന്നണി അതേ നിലയിലെങ്കിലും തുടർന്നാൽ അത് ജോസ് കെ മാണിക്കും ഇടതുമുന്നണിക്കും ലഭിക്കുന്ന ഒരു ആശ്വാസം അത് ചെറുതായിരിക്കില്ല, അത് വലിയൊരു ഊർജ്ജമായി മാറും. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സീറ്റ് ഒരുപക്ഷെ ജോസ് കെ മാണി വിഭാഗത്തിന് CPM നൽകാനുള്ള സാധ്യത പോലും അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന ഭരണത്തിന്റെ ഒരു നിർണായകമായ വിധിയെഴുത്തായി, അതിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ തക്കവണ്ണം നിർണായക വിധിയെഴുത്തായി കോട്ടയത്തെ മത്സരം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ മുന്നേ കൂട്ടിയുള്ള മുന്നൊരുക്കം നടത്തിയ ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ജോസഫ് ഗ്രൂപ്പ് പലയിടത്തും അതിശക്തമായ മത്സരത്തിന് വേണ്ടി തയ്യാറെടുത്ത് കളത്തിലുണ്ട്. കോൺഗ്രസ് തങ്ങളുടെ ഉരുക്കുകോട്ട കേരള കോൺഗ്രസ് എമ്മില്ലാതെ തന്നെ തിരിച്ചു പിടിക്കുക എന്ന തന്ത്രം അവിടെയുണ്ട്. ഇപ്പുറത്തെ മൂന്നാമത് ഒരു പാർട്ടി കൂടി, അതായത് BJP കൂടി ഇത്തവണ കൂടുതൽ ശക്തമായി കളത്തിലുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 2 പഞ്ചായത്തുകൾ മാത്രമാണ് പിടിച്ചതെങ്കിൽ PC ജോർജും ഷോൺ ജോർജും ഒക്കെ എത്തിയ ശേഷമുള്ള BJP NDA മുന്നണി അത് കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ച് PC ജോർജിനും ഷോൺ ജോർജിനും ഒക്കെ സ്വാധീനമുള്ള മേഖലകളിൽ കൂടി വോട്ട് പിടിച്ച് കൂടുതൽ പഞ്ചായത്തുകൾ പിടിക്കുമോ എന്ന വളരെ നിർണായകമായ ചോദ്യവുമുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളിലും ആ നിലയിൽ കൂടി വോട്ട് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള പല തന്ത്രങ്ങളും അവിടെ നടത്തുന്നു. പാലാ നഗരസഭയുടെ ഭരണമാർക്ക് കേരള കോൺഗ്രസ് CPM കൂട്ടുകെട്ടിൽ കഴിഞ്ഞ 5 കൊല്ലവും ഭരിച്ച ആ നഗരസഭയിൽ ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെ 3 പേർ സ്വതന്ത്രരായി മത്സരിക്കുമ്പോൾ ഏതാണ്ട് മറ്റൊരാൾ കൂടി UDF വിമതനായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അവർ പിടിക്കുന്ന ആ 3 സീറ്റും ജയിച്ചാൽ ഒരു പക്ഷേ പാലാ നഗരഭരണം ഇടതുമുന്നണിക്ക് നഷ്ടമാകുമോ എന്ന വളരെ ഗൗരവമേറിയ ചോദ്യമുണ്ട്. അങ്ങനെ കോട്ടയത്തിന്റെ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ പ്രധാനമാണ്. അഭിലാഷ്, അതായത് ശ്രീജിത്ത് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള കോൺഗ്രസിന് വലിയ സ്വാധീനം ഉള്ള മേഖലകളിൽ വളരെ കൃത്യമായി അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ കോട്ടകൾ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്.